Hi, all. Magic morning. Magic morning. Magic morning. Okay. Magic morning. എല്ലാവരും മാജിക് മോർണിംഗ് പറയാത്തവര് ചാറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പം എത്രയായി ടൈം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫോണിലൊന്നും നോക്കാതെ അപ്രോക്സിമേറ്റ്. ഫോണിലാണ് ഇപ്പൊ എല്ലാവരും സൂമിൽ ഉള്ളത്. 5:50. ഓക്കെ. പെട്ടെന്ന് നോക്കാൻ എളുപ്പമാണല്ലോ അല്ലെ, ഫോണിലായതുകൊണ്ട്, സൂം ഫോണിലായതുകൊണ്ട്. ഓക്കെ, താങ്ക് യു ബഷീർ സർ. ഓക്കെ, അപ്പം ടൈം അല്ലെ, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ടൈം ഇല്ല എന്ന് പരാതി പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം അല്ലെ. നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറയുന്നതാണ്. അപ്പം ഇന്ന് നമുക്ക് സെഷൻ വരുന്നത് ടൈമിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ്. അപ്പം പുതിയ ഒരാളാണ് ഷാന എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനറാണ് ഇന്ന് നമുക്ക് ടൈമിനെ കുറിച്ചിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വരുന്നത്. സോ ഷാന മാം. ഓക്കെ, ഷാന മാം ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായി പോകുന്നു. ഫൈൻ, ഫാന്റാസ്റ്റിക്. ബാക്കി എല്ലാവരും എന്താ ഹാപ്പിയാണ്. അതെ, ബാക്കി ആരും ഒന്നും മിണ്ടുന്നില്ല. അവരൊക്കെ ഡബിൾ ഹാപ്പി. ട്രെയിനർ ഒന്ന് വിളിച്ചു. ക്യാമറ ഓൺ ആക്കാത്തവരൊക്കെ ഒന്ന് ഓൺ ആക്കിയാണ് നോക്കട്ടെ, കാണട്ടെ. ഈവ, താങ്ക് യു. രഞ്ജിത്ത് സാർ, ദീപ. ഓക്കെ, ഷാന മാം ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ഇരിക്കാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. റസാഖ് സർ പറഞ്ഞപ്പോ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തല്ലേ? ഞാൻ പറഞ്ഞ നീ നിർബന്ധിക്കണം, അതാണ് സാറേ. നിർബന്ധിച്ച ഉണക്കം. സുജിത് സാറൊക്കെ നിർബന്ധിക്കണം. ഇന്നസെന്റ് അറിഞ്ഞായിരിക്കും നിർബന്ധിക്കണം. അല്ലേ റോസ്ലിമ? അതെ അതെ, റോസ്ലിമേനൊക്കെ നിർബന്ധിച്ചാലേ വരുള്ളൂ. ഓക്കെ. വന്നു. അപ്പൊ എല്ലാവരും ഇപ്പം ഇന്ന് ടൈമിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. സോ നമ്മുടെ ട്രെയിനർ ഇപ്പൊ ജോയിൻ ചെയ്യാന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കും ഓക്കെ. മാം എന്താ ടൈമില്ലാത്തത് അറിയണല്ലോ. ഷാന മാം. ഓക്കെ മാം, ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശനിമന്ത് ലീവിലാണോ? ഉണ്ട്. ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല,
ഇല്ല ഞാൻ ഇപ്പഴാ ഇതെടുത്ത് വെച്ചേ, ഇപ്പഴാ കേട്ടത്. മാജിക് മണി സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ വന്നു ആളെത്തി. ഷാന മാം. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ, അതാണ് കുറച്ച് വൈകിയത്. നോ സോറി. പ്രോബ്ലം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, തുടങ്ങാം. ഓക്കെ. ഓക്കെ, എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ നിങ്ങളുടെ ഈ ഒരു ടീം കണ്ടിട്ട്. സാധാരണ ഈ 5 മണിക്കൊക്കെ എണീക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ടാസ്ക് ആണ്. ഞങ്ങൾക്കൊരു റീഡേഴ്സ് ക്ലബ് ഉണ്ട്, ഒരു 5 to തുടങ്ങുന്നേ. പക്ഷെ അതിൽ തന്നെ ഞങ്ങള് എല്ലാവരെയും വിളിച്ച് കൊണ്ടുവരണം. അപ്പൊ വളരെ കുറച്ച് ആൾക്കാരെ അതിൽ ഉണ്ടാവാറുള്ളൂ. പക്ഷെ പല ദിവസങ്ങളിലും ആൾക്കാർ കുറഞ്ഞത് കൊണ്ട് 1-2 ആൾക്കാരാകുമ്പോൾ അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷെ നിങ്ങളുടെ ടീം വളരെ എനർജറ്റിക് ആണ്. തുറന്നപ്പം തന്നെ വളരെ ഓരോ ആൾക്കാരും വളരെ ഉഷാറായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. സമയം എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്ലീശ ആയിട്ട് തോന്നും, ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളെന്ന്. പക്ഷെ നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെ അതിനെടുക്കുന്നു ചിന്തിക്കുമ്പോഴാണ് ആ ഒരു സമയം നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ അറിയണം, ഒന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ വിചാരിക്കാം. പിന്നെ നമ്മള് ശ്രീബുദ്ധനോട് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം. അതായത് നമ്മുടെ ജീവിതത്തില് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് ശ്രീബുദ്ധനോട് ചോദിച്ച സമയത്ത് ശ്രീബുദ്ധൻ പറഞ്ഞത്, നിനക്ക് സമയമുണ്ട് എന്ന് നീ ചിന്തിക്കുന്നതാണ് നിന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന്. കാരണം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ തള്ളി വെക്കും. സമയമുണ്ടല്ലോ, അപ്പൊ ഒരു ഡെഡ് ലൈൻ തന്നാ ഇത്ര ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തള്ളി വെക്കും. അതിനെ പ്രോകാസ്റ്റിനേറ്റ് ചെയ്യാന്നാ പറയാ. ഇങ്ങനെ പ്രോകാസ്റ്റിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ലാസ്റ്റ് മൊമെന്റ് തട്ടിപ്പിടച്ച് ചില സമയത്ത് നമ്മൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുകയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടി എക്സാമിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്കിന് വേണ്ടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഓഫീസ് വർക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഓക്കെ എനിക്ക് ഇത്ര ഒരു 1 week ഉണ്ട്, ഒരു 1 month ഉണ്ട് എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്തേക്കും ലാസ്റ്റ് മൊമെന്റിൽ അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി നമ്മൾ അടുത്തേക്ക് വരിക. അപ്പൊ നമുക്ക് ഭയങ്കര എന്താ പറയാ, അതും ഇതും ഒരുമിച്ച് ചെയ്യണം. ആദ്യം മുതലേ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ സ്ലോ ആയിട്ട് നമുക്ക് സാവധാനത്തിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാവുന്ന കാര്യം ലാസ്റ്റ് മൊമെന്റ് നമ്മൾ തട്ടിപ്പിടിച്ച് വളരെ ബുദ്ധിമുട്ടി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പൊട്ടൻഷ്യൽ എത്രത്തോളാണോ അത് കംപ്ലീറ്റ് നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ കഴിയാതെ വരികയും ഒപ്പം തന്നെ എന്ത് ചെയ്യും, നമ്മള് അതിന്റെ ഒപ്പം എക്സ്ട്രാ വന്ന കാര്യം അതും ഒന്നും തന്നെ കൃത്യമായിട്ട് ചെയ്യാതെ വെറുതെ ആ ടൈമിന് ചെയ്യുന്ന ഒരു ചടങ്ങ് മാത്രമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മളെ കാര്യങ്ങൾ പ്രോകാസ്റ്റിനേറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ പ്രോകാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്, സ്ട്രെസ് തോന്നുകയാണ്. അതായത് എക്സാമിന് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാവും, അല്ലെ നമുക്ക് ഓഫീസ് വർക്കുകൾ ഒരു വീക്ക് കൊണ്ട് ചെയ്യാനുള്ളത് എന്തിനപ്പം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു സ്ട്രെസ് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ലാസ്റ്റ് മൊമെന്റിലാണ് അത് ഓടിച്ചെന്ന് എത്രയോ ദിവസം ഉണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മൾ അത് ചെയ്യുന്നുള്ളതെങ്കിൽ നമ്മൾ പ്രോകാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പം ഈ പ്രോകാസ്റ്റിനേറ്റ് ചെയ്യുന്നത് തടയണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ടൈം എത്രത്തോളം വാല്യൂ ഉള്ളതാണെന്ന് മനസ്സിലാക്കണം. ടൈമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സമയം നമുക്ക് വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. അത് ഫ്രീ ആയിട്ട് നമ്മളെ മുന്നിലൂടെ എങ്ങനെ ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ യൂസ് ചെയ്യാം. പക്ഷേ സമയത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് അതൊരിക്കലും ശേഖരിച്ച് വെക്കാനോ അല്ലെങ്കിൽ ഇരട്ടിപ്പിക്കാനോ ഒന്നും കഴിയില്ല. ഉള്ള സമയത്തിനൊന്ന് റീക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ സമയത്തിന് ഭയങ്കര വാല്യൂ ആണ്. നമ്മളൊരു ശരാശരി മനുഷ്യന്റെ, എല്ലാരെയും ഒന്ന് വീഡിയോ ഓൺ ചെയ്യും, ഞാൻ കാണുന്നില്ല കറക്റ്റ് ആയിട്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മുടെ ഒരു ശരാശരി മനുഷ്യന്റെ ആയുസ് എത്രയെന്ന് അറിയോ ആർക്കെങ്കിലും? അറിയോ? ആർക്കെങ്കിലും അറിയോ? 60. ഇപ്പോഴത്തെ ലാസ്റ്റ് കണക്കനുസരിച്ച് 78 വർഷമാണ്.
അപ്പൊ അത് വെച്ചിട്ട് ഒരു ശരാശരി മനുഷ്യന് 78 വർഷത്തിൽ 28 വർഷവും ഉറങ്ങാണ് എന്നാ പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ കാൽ ഭാഗവും നമ്മൾ എന്താണ് ഉറങ്ങിയാണ് തീർക്കുന്നത് 28% എന്ന് പറയുമ്പോൾ. അതിൽ തന്നെ 30%-ത്തോളം ആൾക്കാർക്ക് ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 10-15 വർഷം നമ്മളെ ഒരു ശരാശരി ജീവിതത്തിൽ 10-15 വർഷം നമ്മൾ ജോലി ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് പറയുന്നത്. അതിൽ 60%-ത്തോളം ആൾക്കാർക്ക് ഇപ്പം ചെയ്യുന്ന ജോലിയിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ 9 വർഷം നമ്മൾ TV അല്ലെങ്കിൽ ഫോണൊക്കെ ഉപയോഗിക്കാനാണ് സമയം കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒന്നും കൂടി അതിനെപ്പറ്റി പഠനം നടത്തി കഴിഞ്ഞാൽ ഈ 9 എന്നുള്ളത് കൂടാനാണ് സാധ്യത. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം മീഡിയ യൂസ് ചെയ്യുന്ന ആളാണ്. 9 വർഷമാണ് ഇപ്പോൾ ശരാശരി കണക്ക് നമ്മളൊരു TV അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്നെന്ന് പറയാം. പിന്നെ 4 വർഷം നമ്മൾ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനാണ് ഉപയോഗിക്കുന്നത്. 3.5 വർഷം വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കും. 2.5 വർഷം ഷോപ്പിങ്ങിന്, 1.5 വർഷം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്താനും, അങ്ങനെ കണക്ക് നോക്കി ലാസ്റ്റ് നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 9 വർഷമാണ്. ഈ 9 വർഷം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നിടത്തുള്ളതാണ് നമ്മളൊരു വ്യക്തിയുടെ വാല്യൂ തീരുമാനിക്കുന്ന പറയാം. ഇവിടെ നമ്മൾ സ്റ്റീവ് ഹോക്സിനെ അറിയാലോ. അദ്ദേഹം പറയുന്നത് സമയം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ഞാനൊരു വ്യക്തി എന്റെ സമയം വേറൊരാളെ തീരുമാനിക്കാൻ അനുവദിക്കരുത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ സമയം ഉപയോഗിക്കണം. ഇത് ഞാനീ പറയുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യില്ല, ഓരോ കാറ്റഗറി ആയിട്ട് ഓക്കെ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഇനി 9 വർഷം നീ ജീവിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നമ്മുടെ ഹോൾ ലൈഫിൽ നിന്നും ഈ 9 വർഷത്തെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്ത് വാല്യൂ അതായത് പ്രോകാസ്റ്റിനേറ്റ് ആവാതെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലാതെ ഇതിന് വേറെ വഴിയില്ല. ഈ 9 വർഷത്തിന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനൊന്നും കഴിയില്ല. പിന്നെ സ്റ്റീവ് ഹോക്സ് പറയുന്ന ഒരു കാര്യം, സമയത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് 2 ന്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനുമായി ബന്ധപ്പെട്ട്. ഒന്ന് ഗുഡ് ന്യൂസ് ആൻഡ് ബാഡ് ന്യൂസ്. ഇതിലെ ബാഡ് ന്യൂസ് എന്ന് പറയുന്നത് സമയം പറക്കും, എവിടെയും നിൽക്കില്ല, പറന്നുകൊണ്ടിരിക്കും, ഓരോ സെക്കൻഡും ഇങ്ങനെ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അല്ലെ എന്റെ സമയത്തിന്റെ പൈലറ്റ് ഞാനാണ്. അപ്പൊ അത് എങ്ങോട്ട് അതിന്റെ സ്പീഡ് കുറയ്ക്കാനോ അല്ലെങ്കിൽ നിർത്തിയിടാനോ ഒന്നും കഴിയില്ല. പക്ഷെ എങ്ങോട്ട് എങ്ങനെ പോവണം എന്ന് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ എനിക്ക് പറ്റണം. ഈ സമയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിനും വാല്യൂ ഉണ്ട്, ഓരോ മിനിറ്റിനും വാല്യൂ ഉണ്ട്. ആ വാല്യൂ അറിയണമെങ്കിൽ ഒരു വർഷത്തിന്റെ വാല്യൂ അറിയാന് നമ്മൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ഒരു സ്കൂളൊക്കെ പിന്നെ ഒരു വർഷമൊക്കെ തോറ്റ് കഴിയുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ മനസ്സിലാവും ഒരു വർഷത്തിന്റെ വില. നിങ്ങൾ ആരെങ്കിലും ക്ലാസ്സുകളിൽ തോറ്റ ആൾക്കാരുണ്ടോ ഇവിടെ? ഉണ്ടോ? തോറ്റ് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഏതെങ്കിലും 9-ലോ 10-ലോ? 10-ൽ പിന്നെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് 10 വരെ തോൽപ്പിക്കുന്ന പരിപാടി ഇല്ലല്ലോ. പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു അല്ലെ, 9-ലോ അല്ലെ 8-ലോ 7-ലോ ഒക്കെ തോൽപ്പിക്കും. ഇന്ത്യയൊക്കെ സമയത്ത് ഉമ്മമാര് വിളിച്ചു പറയും അവൻ ഒരു കൊല്ലം കൂടി അവിടെ ഇരിക്കട്ടെ എന്ന് പറയും ടീച്ചേഴ്സിനോട്. അപ്പൊ ടീച്ചേഴ്സ് അത് കേട്ടിട്ട് തോൽപ്പിക്കും. പക്ഷെ ഇന്ന് അങ്ങനെ സിസ്റ്റം അല്ല. 10 വരെ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോണം അല്ലെ? തോറ്റ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ എല്ലാരും ഒരു പ്രാവശ്യം പോലും തോൽക്കാതെ ഇങ്ങനെ കേറി പോയ ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെ ഈ ഒരു വർഷം തോൽച്ച ഒരു കുട്ടിയോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വർഷത്തിന്റെ വില. കാരണം ആ ഒരു വർഷം അവൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പല കാര്യങ്ങളിലും അവനെ ചിലപ്പോൾ അത് ബാധിക്കും. പക്ഷെ തോറ്റു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യും, പഠിക്കും ഒക്കെ ചെയ്യും. പക്ഷെ ആ ഒരു വർഷത്തിന്റെ വില അറിയണമെങ്കിൽ ആ കുട്ടിയോട് ചോദിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ ഒരു മാസത്തിന്റെ വില അറിയണമെങ്കിൽ നമ്മൾ ഒരു 9 അതായത് അവസാനത്തെ മാസം അബോർട്ടഡ് ആയിട്ടുള്ള ഒരു ലേഡിയോട് ചോദിക്കണം എന്നാ പറയാം.
അപ്പൊ ഒരു പ്രഗ്നന്റ് ആയിട്ട് ഒരു നമ്മളെ ലേഡീസിനൊക്കെ മനസ്സിലാവും ആ ഒരു 9 മാസത്തെ ജേർണി എന്ന് പറഞ്ഞാൽ അത്രയും ടാസ്ക് ആണ്. ഫസ്റ്റ് മന്ത് മുതൽ പല ഫിസിക്കൽ കംപ്ലൈൻസും ഒക്കെ നമ്മൾ സഹിച്ച് മെന്റൽ ആയിട്ടുള്ള ഒരുപാട് ഇതുണ്ടാവും, ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും, എല്ലാം സഹിച്ചിട്ട് നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 5-ാം മാസം ആകുമ്പോ മൂവ്മെന്റ്സ് വന്നു തുടങ്ങും. ആ മൂവ്മെന്റ്സ് എൻജോയ് ചെയ്ത് ആ കുട്ടിയുടെ ആ മൂവ്മെന്റ്സ് കുറച്ച് സമയത്തേക്ക് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആവും. എന്താണ്, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് എല്ലാ ടെസ്റ്റും ചെയ്ത് കുട്ടിക്ക് വേണ്ടി പിന്നെ എല്ലാം മാറ്റി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ അവസാനത്തെ നിമിഷം അത് അബോർട്ട് ആവാന്ന് പറഞ്ഞാല് ആ ഒരു മാസത്തിന്റെ വില ആ ഒരു പ്രഗ്നന്റ് ലേഡിയോട് ചോദിച്ചാൽ മനസ്സിലാവും. അത്രയും വാല്യൂ ആണ്. അത് ലേഡീസിനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഈ ട്രീറ്റ്മെന്റിനൊക്കെ ശേഷം പ്രഗ്നന്റ് ആകുന്ന ഒരു ലേഡി ആണെങ്കിൽ ഒരു മാസത്തിന്റെ വില എന്ന് പറയുന്നത് ആർക്കും കണക്കാക്കാനേ കഴിയില്ല. ഇതുപോലെ തന്നെ 1 മണിക്കൂറിന്റെ വില അറിയണമെങ്കിൽ ഈ പ്രണയിക്കുന്ന ദൂരെ നിന്നിട്ട് ലോങ് ഡിസ്റ്റൻസ് ലവ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കണം എന്നാണ് പറയാം. അപ്പൊ അവർക്ക് ഓരോ മണിക്കൂറുകളുടെയും വില അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വീക്കിന്റെ വില അറിയണമെങ്കിൽ നമ്മള് ന്യൂസ് എഡിറ്റേഴ്സിനോട് ചോദിക്കണം എന്നാ പറയാ, ഒരാഴ്ചയെ കുറിച്ചുള്ള വില അറിയണമെങ്കിൽ. അതുപോലെ ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ്, 1 മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ അവസാന മിനിറ്റില് ബസ് അല്ലെങ്കിൽ ട്രെയിന് അല്ലെ പ്ലെയിനൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു യാത്രക്കാരനോട് ചോദിച്ചാൽ മതി 1 മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ. 1 നിമിഷത്തിന്റെ വില അറിയണമെങ്കിൽ അവസാനം അതുപോലെ തന്നെ ഈ അവസാനത്തെ സെക്കൻഡിൽ ഈ ട്രെയിനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റുകളിൽ നിന്ന് രക്ഷപ്പെട്ട, അതായത് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളോട് അവസാനത്തെ സെക്കൻഡുകളുടെ വില അവർക്ക് മനസ്സിലാവും. അതുപോലെ മില്ലി സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ നല്ല അത്ലറ്റ്സ് ഒക്കെ ഉണ്ടാവും. അവസാനത്തെ നിമിഷം സെക്കൻഡ് ആയി പോയിട്ടുള്ള അത്ലറ്റ്സിനോട് ചോദിച്ചാൽ ഈ മില്ലി സെക്കൻഡിന്റെ വാല്യൂ അവർക്ക് മനസ്സിലാവും. ഇതുപോലെയാണ് ഇതുപോലെയാണ് ഓരോ നിമിഷത്തിനും വാല്യൂ ഉണ്ട്. അത് നമ്മളെ ജീവിതത്തിലേക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് ആ സെക്കൻഡുകളുടെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പൊ നമ്മള് പറയും എനിക്ക് സമയമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സമയമില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, എന്റെ സമയം എങ്ങനെ ഞാൻ എന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാന്ന്. അതിനൊരു സ്റ്റോറി ഉണ്ട്. ശ്രീബുദ്ധന്റെ അടുത്ത് ശിഷ്യന്മാർ വന്നിട്ട് ഈ സമയത്തെ കുറിച്ച് ചോദിച്ച സമയത്ത് ബുദ്ധന് അവരോട് പറഞ്ഞു ഒരു വലിയ ജാറ് കൊണ്ടുവരാൻ പറഞ്ഞു. അവര് കൊണ്ടുവന്നു. അതിനുശേഷം കുറെ ചെറിയ മണൽ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. ചെറിയ കല്ലുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ വലിയ വലിയ ഉരുളൻകല്ലുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ആ ജാറ് നിറയാൻ മാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതെല്ലാം ഈ ജാറിൽ നിറയ്ക്കണമെന്ന്. അങ്ങനെ ശിഷ്യന്മാര് തുടങ്ങി. ആദ്യം എന്ത് ചെയ്തു? മണല് നിറച്ചു, പിന്നെ ചെറിയ കല്ലുകള്, പിന്നെ വലിയ കല്ല്. പിന്നെ നോക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി എങ്ങനെ നോക്കിയിട്ടും ഇതില് നിറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ശിഷ്യന്മാര് പറഞ്ഞു ഇത്രയും സാധനങ്ങൾ ഈ ജാറിൽ നിറയ്ക്കാൻ കഴിയില്ല. അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾ വീണ്ടും ശ്രമിക്കാൻ പറഞ്ഞു. അവര് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർക്ക് കഴിയുന്നില്ല. ലാസ്റ്റ് ഓരോ ശിഷ്യനെ കൊണ്ടും അവരുടെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു. അവര് പല ഐഡിയയും നോക്കി അവർക്ക് കഴിയുന്നില്ല. അവസാനം അവരൊക്കെ തോറ്റു. അങ്ങനെ അവസാനം ചെയ്തൊരു കാര്യമാണ് ഗുരു അത് ഇങ്ങോട്ട് വാങ്ങി. അതിനുശേഷം ആദ്യം ചെയ്തത് വലിയ ഉരുളൻ കല്ലുകൾ അതിലിട്ടു. അതിനുശേഷം ശിഷ്യരോട് ചോദിച്ചു ഈ ഒരു ബോളില് ഇനി എന്തെങ്കിലും കൊള്ളുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ, ആ ചെറിയ കല്ലുകൾ കൂടെ കൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ കല്ലുകൾ കൂടെ ഇട്ടു. അപ്പൊ പിന്നെ അവരോട് ചോദിച്ചു ഇനി എന്തെങ്കിലും കൊള്ളുമോ എന്ന് ചോദിച്ചു. അപ്പൊ അതിലൊക്കെ വലിയ കല്ലുകൾ ഇട്ടതോടെ ചെറിയ ഹോളുകൾ ഉണ്ട്. ഓക്കെ, അവരെന്ത് ചെയ്തു? ആ ചെറിയ കല്ലുകൾ കൂടെ അതിലിട്ടു. ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി സെറ്റ് ചെയ്തു. ഇനി എന്താ? ഓക്കെ, മണലുണ്ട്. പക്ഷെ അതും എന്ത് ചെയ്യാൻ പറ്റും? കല്ലുകളായതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിലൊക്കെ സ്പേസ് ഉണ്ടായതുകൊണ്ട് മണലും അതിലേക്ക് ഒഴിച്ചു സെറ്റ് ചെയ്തു. അതോടുകൂടി ആ ഭരണി നിറഞ്ഞു. അപ്പം ശിഷ്യനോട് ഗുരു ചോദിച്ചു ഇനി എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? അപ്പം ഗുരു
ശിഷ്യൻ പറഞ്ഞു ആ ഓക്കെ അതിൽ വെള്ളം കൂടെ കൊള്ളാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരു വെള്ളം എടുത്ത് അതിൽ ഒഴിച്ച സമയത്ത് മണ്ണും കല്ലും ഒക്കെ അതിനെ അബ്സോർവ് ചെയ്ത് അതിൽ നിറഞ്ഞു. അപ്പൊ ഇത് കണ്ടപ്പോ ഗുരു ചോദിച്ചു എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട കാര്യം എന്ന്. അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യം ഈ വലിയ ഉരുളൻ കല്ലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിന്റെ പിന്നാലെ ഓടി നടക്കും, അതിന് കൂടുതൽ സമയം കൊടുക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ എന്താവും? നമുക്ക് വേസ്റ്റ് ആവും, ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല. അത് കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കൂടുതൽ സമയം കൊടുത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാനുള്ള സമയം അവിടെ ഉണ്ടാവും. കൂടുതൽ എഫക്റ്റീവ്, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ കുറിഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാവും. നമ്മുടെ വാല്യൂ ഓഫ് ടൈം എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ പറഞ്ഞ ഈ 9 വർഷം, ആ 9 വർഷമാണ് നമ്മുടെ വാല്യൂ ഓഫ് ടൈം. ആ വാല്യൂ ഓഫ് ടൈം എപ്പോഴും കൊടുക്കേണ്ടത് നമ്മളെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിനാണ്. അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് ടൈം നിങ്ങളുടെ 9 years നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നമ്മളെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു ബ്രോഡ്കാസ്റ്റിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്ന് 2 minutes റൂൾ എന്ന് പറയും. 2 minutes റൂൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എങ്ങനെയായാലും ഞാൻ ആ 2 minutes കൊണ്ട് ചെയ്യും എന്ന് ഉറപ്പുവരുത്തുക. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നമ്മളത് നമ്മളെ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് മാറ്റി ഓക്കെ ആ കാര്യം ഞാൻ 2 minutes കൊണ്ട് ചെയ്തേ ഇരിക്കും എന്ന നിർബന്ധം പിടിച്ചിട്ട് ആ 2 minutes കൊണ്ട് ചെയ്യാൻ ശ്രമിക്കാം. അത് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഒരിക്കലും സക്സസ് ആവില്ല. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ അത്രയും കാലം ഇങ്ങനെ കാര്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ ലൈഫിൽ ഒരു റുട്ടീൻ ചേഞ്ച് ഉണ്ടാക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ 2 minutes റൂള് ആഡ് ചെയ്തുകൊണ്ട് ശ്രമിക്കുക. അത് നമ്മൾ അപ്ലൈ കഴിയുന്നത് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 2 minutes റൂൾ അപ്ലൈ ചെയ്യുക. ആ 2 minutes കൊണ്ട് ആ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്ന് പറയുന്നത് ബ്രേക്ക് ദം ഇൻടു സ്മോൾ പീസസ് എന്നാ പറയാ. ഒരു വലിയ കാര്യമാണ് ചെയ്യാനുള്ളെങ്കിൽ അതിങ്ങനെ വലുതായിട്ട് കാണുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ഇതെങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ പീസുകളായിട്ട് ഓക്കെ ഇത്ര കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്യും, അല്ലെ ഇത്ര കാര്യം ഞാൻ ഒരു 1/2 hour കൊണ്ട് ചെയ്യും, എന്നിട്ട് ഒരു ബ്രേക്ക് എടുത്ത് ഇത്ര കാര്യം ഞാൻ ഇന്ന് ചെയ്യും. അങ്ങനെ ആ ഒരു ചെയ്യാനുള്ള കാര്യത്തിന്റെ വലുപ്പത്തിനും ഇമ്പോർട്ടൻസിനും അനുസരിച്ച് നമ്മൾ അതിനെ സ്മോൾ പീസ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, ആ കാര്യം ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോമഡോർ മെത്തേഡാണ്. അത് കുറച്ചുകൂടി വലിയൊരു കാര്യമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ 1 മണിക്കൂർ തുടർച്ചയായി പഠിക്കുകയാണെന്ന് വിചാരിക്കുക. കുട്ടികളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 1 മണിക്കൂർ തുടർച്ചയായി പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 5 10 20 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ സമയത്ത് നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് പാട്ട് കേൾക്കാം. റീൽസ്, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ PUBG കളിക്കായിരിക്കും, അല്ലെങ്കിൽ റീൽസ്, നമ്മൾക്കൊക്കെ റീൽസ് ഒക്കെ കാണാൻ ഇഷ്ടമായിരിക്കും, റീൽസ് കാണാം. ഇൻസ്റ്റയിൽ സമയം ചെലവഴിക്കാം, അല്ലെങ്കിൽ വീടിന് ചുറ്റും ഒന്ന് നടക്കാം. അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് ആ സമയത്ത് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല, നമ്മൾ ചെയ്യാനുള്ള വർക്കിനെ കുറിച്ച് ടെൻഷൻ അടിക്കാൻ പാടില്ല. ഫുൾ ടൈം നമ്മൾ ഈ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സമയം ചെലവഴിക്കുക. അങ്ങനെ സമയം ചെലവഴിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഈ വർക്കിലേക്ക് തിരിച്ചു വരണം. അതൊരു അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകരുത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ തുടർന്ന് പോവാൻ പാടില്ല. അപ്പൊ തിരിച്ചു വരാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഓക്കെ 1 മണിക്കൂർ കഴിഞ്ഞു, 15 മിനിറ്റ് ഞാൻ ബ്രേക്ക് പറഞ്ഞതായിരുന്നു, ഓക്കെ ഇനി ഞാൻ തിരിച്ചു പോവണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ വർക്കിലോട്ട് തിരിച്ചു പോയിട്ട് വീണ്ടും അത് തുടരാം. അങ്ങനെ ഒരു 4 5 6 പീസുകളായിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് പോവാ. ഒരു ദിവസം ഇത്ര തീർക്കണം എന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്യാം. എന്നിട്ടൊക്കെ നെക്സ്റ്റ് ഡേ തുടങ്ങാം. നെക്സ്റ്റ് ഡേ ഇത്ര സമയത്ത് ഞാൻ എണീക്കും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ സമയത്ത് എണീറ്റ് വീണ്ടും തുടങ്ങാം. നമ്മൾ ഈ 5 AM ക്ലബ്ബ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, രാവിലെ ഏറ്റവും നേരത്തെ എണീക്കുന്നതിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല.
എന്നാലും നമ്മൾ ഒരു നേരത്തെ എണീക്കാൻ തീരുമാനിക്കുന്ന ഒരാള്, ആദ്യം ഒരു 8 മണി 9 മണി വരെയൊക്കെ ഉറങ്ങുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം 5 മണിക്ക് അലാറം വെച്ചാല് എണീക്കാൻ കഴിയില്ല. ഇൻ കേസ് എണീച്ചാലും അയാളുടെ ഫുൾ അന്നത്തെ റുട്ടീനാല് അതൊന്നും അത്ര ശരിയായിന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഹാബിറ്റ് ആക്കി മെല്ലെ ഗ്രോ ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പം ഈ 9 മണിക്ക് എണീക്കുന്ന ആള് ഒരു 8 മണിക്ക് ഫസ്റ്റ് അലാറം വെച്ച് എണീക്കാൻ ശ്രമിക്കണം. സ്ഥിരമായിട്ട് ഒരാഴ്ച 8 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് 5 മണിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. മനസ്സിലാകും? അത് ഏത് നമ്മളെ ലൈഫിൽ ഏത് കാര്യത്തിലും അങ്ങനെയാണ്. നമുക്ക് പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുത്താൻ കഴിയില്ല. ചെറിയ ചേഞ്ചുകൾ വരുത്തി അത് ഗ്രാജുവലി ഇങ്ങനെ ഉയർത്തി നമുക്ക് വലിയ ചേഞ്ചുകൾ ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ ടൈം മാനേജ് ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒരു നോട്ട് പാഡ്, ചെറിയ കീശയിലോ ഒക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു നോട്ട് പാഡ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഫോണിലൊക്കെ ഇപ്പോഴത്തെ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു. നമ്മൾ എന്നിട്ട് അതിൽ വാല്യൂ ആയിട്ട് എനിക്ക് വാല്യൂ തരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തു, അല്ലെ ഇന്നത്തെ ദിവസം എനിക്ക് ക്രിയേറ്റീവ് ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. ഓരോ മിനിറ്റും ചിന്തിച്ച് നോക്കാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. അപ്പൊ അത് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഡയറിയിലോ ഒക്കെ 1 by 1 എന്തൊക്കെ ചെയ്തു എന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ് താഴെ എന്തൊക്കെ മിസ് ചെയ്തു എന്ന് എഴുതി വെക്കാം. പിന്നെ എന്തുകൊണ്ട് ഞാനത് മിസ് ചെയ്തു എന്ന് എഴുതി വെക്കാം. അതിനുശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളത് നോക്കാം. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ എന്തൊക്കെ ചെയ്യണം, വാട്ട് ഐ ഷുഡ് ഡു ടുമോറോ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ ഇമ്പോർട്ടൻ്റ് അനുസരിച്ച് നമ്മളെ നോട്ട് പാഡിലേക്ക് എഴുതി വെക്കുക. ഒരു 5 മണിക്ക് 5 AM നമ്മൾ 5 മണിക്ക് പിന്നെ റീഡിങ്സ് തുടങ്ങും. അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണെങ്കിലും രാവിലെ എണീച്ച് പ്രാർത്ഥനയിൽ തുടങ്ങും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ തുടങ്ങും എന്ന് രാവിലെ ഒരു 5 to 30 ഞാൻ അതിനു വേണ്ടി മാറ്റി വെക്കുന്നു. ഫസ്റ്റ് നമ്പർ ഇട്ട് കൊടുക്കുക. പിന്നെ 5:30 to 6 ഞാൻ ഇന്ന കാര്യം ചെയ്യും. അങ്ങനെ ഓരോ വ്യക്തിയുടെയും അടിസ്ഥാനത്തിൽ അതിലെ ലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ലിസ്റ്റ് ചെയ്യാം. 1 2 3 4 5 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് പോവാം. ലിസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാം? ഫോൺ എടുക്കും, അല്ലേ? ഇപ്പൊ സമയം നോക്കാനാണ് ഫോൺ എടുക്കുന്നെങ്കിലും ജസ്റ്റ് യൂട്യൂബോ ഇൻസ്റ്റയോ റീൽസ് ഒക്കെ നോക്കാനിരുന്നാല് അവിടെ നമ്മള് തീർന്നു. പിന്നെ ഇരുന്ന് ഒരു മിനിമം ഒരു അരമണിക്കൂർ, കുറച്ചുകൂടി ബോധമുള്ള 15 മിനിറ്റ് എങ്കിലും ഫോണിൽ നമ്മൾ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഫോൺ എടുത്ത് ഓക്കെ സമയം നോക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ നോട്ട് പാഡ് എടുക്കുക. ഓക്കെ എനിക്ക് ഫസ്റ്റ് ഇതാണ് ചെയ്യാനുള്ളത്, ഇത്ര സമയം കൊണ്ട് തീർക്കണം എന്ന് ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മളത് ചെയ്തു തീർക്കാം. അങ്ങനെ ഓരോന്നിനും നമ്മൾ വൈകുന്നേരം നമ്മൾ കിടക്കുന്ന എത്ര മണിക്കാണോ കിടക്കുക ആ സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ അത് ചെയ്ത് തീർക്കുക. അങ്ങനെ ചെയ്തു തീർക്കുന്ന സമയത്ത് നമുക്ക് അതിനെ കൃത്യമായിട്ട് ഓരോ കാര്യം ചെയ്തു തീർക്കാം എന്നുള്ള സമയം കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു കാര്യം, നമ്മളെ അക്കൗണ്ടിലേക്ക് ഒരു 86,400 രൂപ എന്നും നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ വരും. ഈ ഒരു പൈസ രാത്രി 12 മണിയാകുമ്പോക്ക് തീരും. പിറ്റേ ദിവസം വീണ്ടും വരും. അങ്ങനെ വരികയാണെങ്കിൽ ഈ 86,400 രൂപ നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുക? ഒന്ന് മനസ്സിലൊന്ന് കണക്കൂട്ടി നോക്കൂ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഉള്ളിൽ ഒന്ന് എങ്ങനെയായിട്ട് ചെലവഴിക്കുക എന്നുള്ള കാര്യം. പലർക്കും പല ചിന്തകളും വന്നിട്ടുണ്ടാവും, കാറ് വാങ്ങണം അങ്ങനെ വാങ്ങണം എന്നൊക്കെ. ഫസ്റ്റ് ദിവസം നമ്മൾ ചിലപ്പോൾ 86,400 രൂപയിൽ കുറച്ച് പൈസയൊക്കെ മിസ് ചെയ്യും. പക്ഷേ അടുത്ത ദിവസം അതെങ്ങനെ 1 രൂപ പോലും നഷ്ടപ്പെടാതെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഉപയോഗിക്കും. ഒരു പൈസ പോലും നമ്മൾ നഷ്ടപ്പെടില്ല. അത് 86,400 രൂപ എന്നത് ഒരു മണി ആയതുകൊണ്ട് നമ്മൾക്ക് അതിന്റെ ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ തന്നെ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 86,400 സെക്കൻഡുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പൈസ നമ്മൾ യൂസ് ചെയ്യും, അതിനുവേണ്ടി പ്ലാൻ ചെയ്യും. പക്ഷേ സമയം എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല? ശരിക്കും പൈസയേക്കാൾ വാല്യൂ ഉണ്ട്. ആ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ പൈസ നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും.
അത് പിന്നെ മാത്രമല്ല അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അത് ഇരട്ടിപ്പിക്കാൻ പറ്റും. പക്ഷെ സമയം അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ശേഖരിക്കാൻ കഴിയില്ല, ഇരട്ടിപ്പിക്കാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. ഇപ്പോഴത്തെ ഈ നിമിഷമാണ് നമ്മൾ പുഴയിലെ വെള്ളത്തിൽ കാല് ചവിട്ടിയ പോലെ എന്ന് പറയാറുണ്ട്. ഒരു പ്രാവശ്യം ചവിട്ടിയ വെള്ളത്തിൽ പിന്നെ നമുക്ക് ചവിട്ടാൻ കഴിയില്ല. അതുപോലെയാണ് സമയം. അപ്പൊ ഇത്രയും വാല്യൂ ഉള്ള സമയം നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചാല് നമുക്ക് മനസ്സിലാവും. ഈ ഒരു പൈസയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു വില നമുക്ക് മനസ്സിലാവും. ഇപ്പൊ 86,400 സെക്കൻഡുകൾ നമ്മളെ മുന്നിലുണ്ട് ഒരു ദിവസം. രാവിലെ 12 മണി മുതൽ രാത്രി 12 മണിക്കുള്ളിൽ ഈ 86,400 സെക്കൻഡുകൾ നമ്മൾ വാല്യൂ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ 9 വർഷം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾക്ക് നമ്മളെ ജീവിതത്തിന് നല്ല വാല്യൂ ഉള്ള, നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് ലൈഫിൽ എല്ലാ ഗോളും നമുക്ക് എടുത്ത് നല്ല സക്സസ്ഫുൾ ആവാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ, ഇഷ്ടമായോ എന്റെ സെഷൻ? Thank you, ma'am. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു മാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. താങ്ക് യു. ആരെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് പറയോ? എനിക്ക് ഇത് മുന്നോട്ടുള്ള ക്ലാസ്സുകൾക്ക്, ഞാനൊരു ട്രെയിനർ ആണ്, അപ്പം മുന്നോട്ടുള്ള ക്ലാസ്സുകൾക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, ഇങ്ങനെ തുടങ്ങായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാല് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു ഷാന മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. ഇനി നമുക്ക് ഫീഡ്ബാക്ക് സെഷൻ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരും. സോ സലീം സർ. ഞാൻ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ ഒരു പോമോഡോറോ ടെക്നിക്ക് പറഞ്ഞില്ലായിരുന്നു? അതെ. അതിലിപ്പോ ഒരു 25 മിനിറ്റ്സ് വർക്കും 5 മിനിറ്റ്സ് ബ്രേക്കും പറഞ്ഞു, അല്ലെങ്കിൽ 1 hour വർക്ക് അല്ലെങ്കിൽ 50 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാന്നൊരു പോലത്തിന്. അതെ അതെ. അങ്ങനെ ഇടയ്ക്ക് ചെയ്യുമ്പോൾ നമ്മള് ആ വർക്കിന്റെ ഫോക്കസ് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടാവും നമുക്ക്. അത് അങ്ങനെയല്ല, നമ്മള് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് കാര്യമായാലും ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ ടൈമിൽ നമുക്ക് മാറ്റം വരുത്താം. നമ്മൾ ഒരു കാര്യം തുടർച്ചയായി ചെയ്യുമ്പം അധികവും നമ്മൾ ജോലിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ, എക്സാമിനൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കാര്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുക. കാരണം ഇത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്രെയിൻ സ്ട്രെസ് ആവും. അപ്പൊ നമ്മള് സ്ട്രെസ് ആവുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആവാതിരിക്കുക ചെയ്യാം. അങ്ങനെ ക്രിയേറ്റീവായി നമ്മൾ ഫെഡപ്പ് ആയി എന്ന് തോന്നുന്ന സമയത്താണ് ഈ ബ്രേക്ക് എടുക്കേണ്ടത്. അതൊക്കെ ഓരോ വ്യക്തികൾ സ്വയം അത് കാൽക്കുലേറ്റ് ചെയ്താണ് ആ ബ്രേക്ക് എടുക്കേണ്ടത്. അപ്പൊ ആ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൊടുക്കുന്നത് അതിന്റെ ഭാഗമാണ്. മനസ്സിലായോ? കുട്ടികൾക്ക് ബ്രേക്ക് കൊടുക്കുന്നില്ലേ? ആ ബ്രേക്ക് കൊടുക്കുന്നത്, അല്ലെ പ്ലേ ടൈം ഒക്കെ കൊടുക്കുന്നതും, അത് ഓഫീസിലാണെങ്കിലും ബ്രേക്ക് ടൈം ഉണ്ട്, ടീ ടൈം ഉണ്ട്, അതൊക്കെ കൊടുക്കുന്നതും ഈ ഒരു ടെക്നിക്കിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ നമ്മളത് നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 5 മിനിറ്റ്സ് 50 മിനിറ്റ്സിന് ശേഷം വീണ്ടും വർക്കിലേക്ക് വരുന്ന സമയത്ത് ബ്രെയിൻ ഒന്നുകൂടി ആക്റ്റീവ് ആവുക ചെയ്യുക. വീണ്ടും ഈ വർക്കിലേക്ക് വരുമ്പോൾ അത്രയും സ്ട്രെസ് കൊണ്ട് നമ്മളെ ചിന്തകളൊക്കെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന സമയത്ത് ബ്രെയിൻ ഒന്നുകൂടി റിലാക്സ് ആവുകയാണ് ചെയ്യുക. അത് നമ്മുടെ വർക്കിനെ കൂടുതൽ എഫക്റ്റീവ് ആക്കും. ആ ബ്രേക്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് പാട്ട് കേൾക്കാം. എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഡാൻസ് കളിക്കാനാണ്. എന്റെ സ്ട്രെസ് ടൈം ഒന്ന് റിലാക്സ് ചെയ്യാം. അപ്പൊ ഞാൻ ആ സമയത്ത് ഇഷ്ടമുള്ള പാട്ട് വെച്ചിട്ട്, ഞാൻ ഡാൻസർ അല്ല കേട്ടോ, പക്ഷെ എനിക്ക് അത് ഭയങ്കര മെന്റലി റിലാക്സ് ചെയ്യും. എന്ത് ടെൻഷനുകളെയും ഇപ്പൊ ഒരു പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാം. അല്ല റീൽസ് കാണേണ്ടവർക്ക് റീൽസ് കാണാം, ബുക്ക് വായിക്കേണ്ടവർക്ക് ബുക്ക് വായിക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ബ്രെയിൻ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊപ്പം ചെയ്യാം. ആ സമയത്ത് നമ്മൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ വീണ്ടും ആ വർക്കിലേക്ക് വരാൻ പറ്റും. അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓരോ വ്യക്തികളുടെ അനുസരിച്ച് അത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു സലീം സർ, ഷാന മാം. ഓക്കെ, പ്രീത മാം. ഹലോ, മാജിക് മോർണിംഗ് ഷഹല മാം. എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിരുന്നു. മോന് ഇവിടെ 9th പഠിക്കുന്നത്. അപ്പൊ
ആള് ഒരുവിധം നന്നായി പഠിക്കുന്ന കുട്ടി തന്നെയാണ്. അപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ എല്ലാം ക്ലാസ് ടോപ്പർ ആയിട്ട് അങ്ങനെ പോയിരുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ വലുതായതിനു ശേഷം കുറച്ചിങ്ങനെ അവന്റെ കളിക്ക് അവന്റെ ആ ഏജിനനുസരിച്ച് അങ്ങനെ മാറി മാറി തുടങ്ങി. പക്ഷെ ആൾക്ക് പെട്ടെന്ന് ഒരു ടൈം വായിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ക്യാച്ച് ചെയ്യുന്ന ഒരു പ്രകൃതാണ്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അവനെ. പക്ഷെ അതിന് ഇരിക്കില്ല. സ്കൂളിൽ ചെന്നാലും അത് ടീച്ചേഴ്സ് ഒക്കെ അഭിപ്രായം പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മള് എക്സാമിന് ഇപ്പൊ ഒരു എസ്സേ തന്നിട്ടുണ്ടെങ്കിൽ അവൻ അത് ഷോർട്ട് ആക്കിയിട്ട് എഴുതി വെക്കും. അതിനുള്ളൊരു താല്പര്യമില്ല. അപ്പൊ നമ്മള് ഇപ്പൊ ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പറയും, മോനെ ഇങ്ങനെ ക്വിസ് കോമ്പറ്റീഷൻ അല്ല, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനില്ല. അമ്മ അതിന് സമയമുണ്ട്, അമ്മ അതിന് സമയമുണ്ട്, ഇത്ര സമയമല്ലേ വേണ്ടുള്ളൂ. പക്ഷെ ആ സമയത്ത് വായിച്ച് അത് ഫുള്ളായിട്ട് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും പാസ്സായി കിട്ടും, അത് വേറെ വിഷയം. പക്ഷെ എനിക്കറിയില്ല, എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു കാര്യം പറയും, അതിന് സമയമുണ്ട് ഇത്രയും. എന്നാ വേറെ ഫോണ് മിസ്യൂസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. ആള് നന്നായി വരയ്ക്കും. അപ്പൊ വരയ്ക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ റീൽസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ വരയ്ക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വണ്ടി ബസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ടൂറിസ്റ്റ് ബസ്സൊക്കെ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കണ്ടിട്ടേ ഇരിക്കുള്ളൂ. പക്ഷെ അതിന്റെ ഇടയിൽ ഇനിയിപ്പോ എക്സാമിന് പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു 2 മിനിറ്റ് വായിക്കും. പിന്നെ കൂടുതൽ സമയം ഇങ്ങനെ ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ ഇതുപോലെ പാട്ടുപാടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ ഒരു അരമണിക്കൂറൊന്നും പഠിക്കാനിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അതൊന്ന് മാം ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമാവും. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് അവനോട് പറയാം, ഒരു ദിവസം നിനക്ക് എത്ര സമയമുണ്ട്, ഇത്രയും സമയമുണ്ട്. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് സമയമുണ്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മുടെ ശ്രീബുദ്ധൻ പറഞ്ഞതായിട്ടുള്ള ഒരു കഥയില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്റ്റോറി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അവന് ദഹിക്കുന്ന രൂപത്തിൽ അവന് ഇരുത്തി, ഞാനൊരു കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞൊന്നും ഇരുത്തി ഇപ്പോഴത്തെ കുട്ടികളെ കിട്ടൂല. എന്റെ കുട്ടികൾക്ക് ഒന്നും സ്റ്റോറി കേൾക്കാനേ ഇഷ്ടമല്ല. നമുക്കൊക്കെ കിടക്കുന്ന സമയത്ത് ബെഡ് ടൈം സ്റ്റോറീസ് ഉണ്ടായിരുന്നില്ലേ, കേട്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ ഒരു പ്രത്യേക ടൈപ്പാണ്. അവർക്ക് ഈ സ്റ്റോറി ഒന്നും അറിയണ്ട. എന്തെങ്കിലും സ്റ്റോറി ഞാനിങ്ങനെ മെനക്കെട്ട് പറയാൻ നിന്നാല് അവർക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല. എന്നാലും ഞാനിങ്ങനെ അവരുടേതായ രീതിയിൽ ഇപ്പോഴത്തെ ന്യൂജൻ ടൈപ്പിലേക്കൊക്കെ നമ്മളെ പണ്ടത്തെ സ്റ്റോറികളൊക്കെ മാറ്റി ഞാൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ അവര് പോലും അറിയാതെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഈ ഒരു ടൈമിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക. പിന്നെ അതിനുശേഷം അവനൊരു കുഞ്ഞു ഡയറി, അത് നല്ല ഭംഗിയിൽ ഞാൻ എന്റെ മോൾക്ക് അങ്ങനെ ഡയറി, ആദ്യം ആ ഡയറിനോട് എഴുതാനും എനിക്ക് താല്പര്യം തോന്നണമെങ്കിലും നല്ല ഇഷ്ടമുള്ള മോൾക്ക് ഈ എന്തിനെ പിങ്ക് കളറുകളും പിന്നെ യൂണിക്കോൺ ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആ യൂണിക്കോണിന്റെ പിങ്ക് കളറിൽ നല്ല ക്യൂട്ടായിട്ടൊരു ഡയറി ആദ്യം അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോള് ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കണം. അപ്പൊ അവനെ കൊണ്ട് എഴുതിപ്പിക്കുക. അതിങ്ങനെ ചെറുതായിട്ട് അവർക്ക് ആദ്യം അതിനെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ അവന്റെ സൈക്കോളജിക്ക് അനുസരിച്ച് അത് അപ്ലൈ ചെയ്യണം. ഇപ്പോഴത്തെ കുട്ടികളെ എഴുതാനോ വായിക്കാനോ ഒന്നും കിട്ടില്ല, ഭയങ്കര ഇതാണ്. അപ്പൊ എനിക്കറിയാം, എനിക്ക് 2 കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യം അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു അവന് ഇഷ്ട ബുക്ക് കാണുമ്പോൾ തന്നെ അവന് ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് അവന് ഇഷ്ടമുള്ള രീതിയിൽ തോന്നണം. അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം അവന്റെ കാര്യങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അവനോട് ചോദിക്കാം, ഇതിൽ ഈ ഒരു കാര്യം മോന് ഇമ്പോർട്ടന്റ് അല്ലേ, കുറച്ച് സമയം കൂടി പഠിച്ചിരുന്നെങ്കിൽ കുറച്ച് മാർക്ക് കൂടി ക്ലാസ്സിൽ ഇത്ര മുന്നോട്ട് വന്നൂടായിരുന്നോ? അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അവനെ കൺവിൻസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ആദ്യം എഴുതിപ്പിക്കുക. ദെൻ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് തന്നെ ടിക്ക് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾക്ക് നീ എത്ര സമയം ഒരു ദിവസം കൊടുക്കും എന്ന് ചോദിക്കുക. ആദ്യം അവന് ഇപ്പൊ യൂസ് ചെയ്യുന്നേക്കാളും ഒരു 5-10 മിനിറ്റ് കൂടുതലേ അതിന് ഉപയോഗിക്കാൻ നിർബന്ധിക്കേണ്ടേ ഉള്ളൂ. അപ്പൊ പിന്നെ അതിങ്ങനെ ടൈം കൂട്ടി അവന് പോലും അറിയാതെ അവൻ ആ റുട്ടീന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഫസ്റ്റ് തന്നെ ഇപ്പൊ 1 മണിക്കൂർ നീ തുടർച്ചയായിരുന്ന് വായിക്കണം എന്ന് നിർബന്ധിക്കാതെ ഞാൻ പറഞ്ഞ ചെറിയ പീസാക്കുക. ഒരു ചെറിയ പീസുകളാക്കിയിട്ട് അവനെ കൊണ്ട് ആ 1 മണിക്കൂർ മെല്ലെ കൂട്ടി കൊണ്ടുവന്നിട്ട് 1 മണിക്കൂർ എന്നെ കൂട്ടിയിരിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. അത് കുറച്ച് ടാസ്ക് ആണ്. ഞാൻ എന്റെ മോളുടെ മേൽ അപ്ലൈ ചെയ്തു, പലപ്പോഴും പരാജയപ്പെട്ടു. പിന്നെ ഇപ്പൊ ഓക്കെ, അവൾ ഓക്കെയാണ്. ഇപ്പൊ രാത്രി എന്റെ മോന് അവളെ കണ്ടിട്ട് ഇപ്പൊ പഠിക്കുക. അവനിപ്പോ ഈ രാത്രി പഠിക്കാനിരിക്കാന്ന് പറഞ്ഞാൽ മോക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പൊ ഓക്കെ, ഒരു 6:32 ഇത്ര സമയം നീ പഠിക്കണം, അപ്പൊ ഇത്ര സമയം ഞാൻ നിനക്ക് ബ്രേക്ക് തരും, TV കണ്ടോ എന്ന് പറയും. ഒരു 6 മണി മുതൽ 7 വരെ അവൾ പഠിച്ചു കഴിഞ്ഞാല് 7 വരെ അവൾക്ക് പിന്നെ അതിന്റെ കഴിഞ്ഞ 7 to 8 അവൾക്ക് TV കാണാം, അവൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം. അത് അവൾക്ക് TV കാണേണ്ട സമയമാണ്. അത് കഴിഞ്ഞ് 8-ന് അവള് വീണ്ടും പഠിക്കാൻ കയറണം. ആ സമയത്ത് മോന് TV കാണേണ്ട സമയമാണ്, അവന് ഇഷ്ടമുള്ളത് കാണാം. അങ്ങനെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഓഫർ ചെയ്യാം മുന്നിൽ വെച്ചിട്ട്, ഇത്ര സമയം നീ പഠിച്ചു കഴിഞ്ഞാല്
ഇത്ര സമയം എന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഞാൻ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാലും എന്റെ ഇഷ്ടം പോലെ അത് ചെയ്യാം എന്നൊരു ഓഫർ കൊടുത്തോണ്ട് ഗ്രാജുവലി നമ്മളത് ഇങ്ങനെ കൂട്ടി വരിക. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഈ ബുക്കിൽ ടിക്ക് ചെയ്യിപ്പിക്കുക, എന്ന ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് ചോദിച്ച് ടിക്ക് ചെയ്യിപ്പിച്ചിട്ട് അവരത് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക. ഞാൻ മോൾക്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്ത അവൾക്ക് ഞാൻ ഒക്കെ ഇഷ്ടമുള്ളൊരു സ്വീറ്റ് കൊടുക്കും. വീക്കില് അവൾക്ക് ഒരു ന്യൂഡിൽസ് ആണ് അവളെ ഫേവറേറ്റ്. അപ്പൊ നമ്മള് ന്യൂഡിൽസ് ഒന്നും അങ്ങനെ കൊടുക്കില്ല. അപ്പൊ വീക്കിൽ അവള് എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് റെഡ് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ന്യൂഡിൽസ് ഓഫർ ചെയ്യും. ആ ന്യൂഡിൽസ് അവൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വെച്ചു കൊടുക്കും. ഇപ്പൊ ഒരു കുറച്ച് 2 വീക്കൊക്കെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോയിട്ട് പിസ്സ അങ്ങനത്തെ അവൾക്ക് ഇഷ്ടമുള്ള, പുറത്തുനിന്ന് ബർഗർ പിസ്സ ഒക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവുമോ, അപ്പൊ അത് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ എന്റെ മോളെ വെച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ നമ്മളെ കുട്ടികളെ സൈക്കോളജിക്ക് അനുസരിച്ച് അവരുടെ വീക്ക്നെസ്സുകൾ ഉണ്ടാവും. ആ വീക്ക്നെസ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ, എന്നിട്ട് ടിക്ക് ചെയ്ത് പിന്നെ ഗ്രാജുവലി അവർക്ക് അതൊരു ഇൻട്രസ്റ്റ് വരും. ഓക്കെ, ഞാനിത് കംപ്ലീറ്റ് ചെയ്തു, ഗോൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വരും. അങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. രഞ്ജിത്ത് സർ. ഈ ടൈം മാനേജ്മെന്റിന് ഇപ്പം നിലവിൽ ഒരുപാട് ടൂൾസുകൾ അവൈലബിൾ ആണ്. ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ടൂൾസ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗം വരുന്നുണ്ടാവും. ഇപ്പം എൻ്റെ കേസിൽ ഞാനൊരു ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഞാനൊരു ടൂള് മേടിച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ്, പക്ഷേ വളരെ ഉപയോഗമുള്ള സംഗതിയാണ്. അതിൽ നമുക്കതിൽ കുറേ കാര്യങ്ങൾ, എക്സ്പെൻസ് ട്രാക്കർ, നമ്മുടെ ഗോൾ സെറ്റിങ്, ഹാബിറ്റ് ട്രാക്കർ, അങ്ങനെ പല ഉള്ള സംഗതികൾ നമുക്ക് ഡെയിലി ഉള്ള കാര്യങ്ങൾ അതിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡെയിലി ഉള്ള എക്സ്പെൻസ് ആണെങ്കിൽ അത് നമ്മൾ എല്ലാ ദിവസവും അതിൽ എൻട്രി ചെയ്ത് ഓരോ ദിവസവും വരുന്ന എക്സ്പെൻസ് നമ്മൾ അതിൽ എൻട്രി ചെയ്ത് കൊടുത്തിട്ട് മാസാവസാനം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ചിലവായ കാശ് എത്ര, അതിൽ മിസലേനിയസ് ആയിട്ട് പോയ ചിലവ് എത്ര, പെട്രോൾ എത്രയായി, ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റും. അതുപോലെ ഗോൾ സെറ്റിങ്ങിന് നമുക്ക് ഓരോ മാസവും ഉണ്ടാക്കിയ ഇമ്പ്രൂവ്മെൻ്റ് എത്ര, അതിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഏത് സമയത്താണ് നമ്മൾ വീക്കായി. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് പോലും നമ്മുടെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ടൂൾസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. പലർക്കും അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഫക്റ്റീവാണ്. അത് മാത്രമല്ല നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. നമുക്ക് തന്നെ സ്വന്തം ഒരു തൃപ്തി തോന്നും. ഓരോ മാസം നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ ഒരു റിപ്പോർട്ട് തന്നെ കിട്ടും. അത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് കിട്ടും. അതെങ്ങനെ വേണമെങ്കിലും ആക്കി കിട്ടുന്ന ഒരുപാട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂൾസുകൾ നിലവിൽ ഉണ്ട്. മാർക്കറ്റിലായിട്ടുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അല്ലാതെ ഡ്രൈവിലായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഉപയോഗിക്കാൻ കഴിവും ഈ വലിയ ടെക്നിക്കാലിറ്റീസ് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ പലർക്കും അത് അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു. എനിക്ക് ഞാനത് ഉപയോഗിച്ചപ്പോൾ ഭയങ്കര ഉപയോഗമുള്ളതായിട്ട് തോന്നി. അങ്ങനത്തെ ഒരുപാട് ടൂൾസ് ഉണ്ട്. പലർക്കും അത് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഉപയോഗമുള്ള സംഗതിയായിട്ട് വരും. ഈ പ്രത്യേകിച്ചും ഗോൾ സെറ്റ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഈ എക്സ്പെൻസ് എല്ലാ മാസവും നമുക്ക് ഒരാളുടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ മാസം എത്ര രൂപ ചിലവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം എനിക്ക് കിട്ടിയ 30,000 രൂപ കിട്ടി. 30,000 രൂപ ചിലവായി എന്നല്ലാണ്ട് അത് ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ ചിലവായി എന്നുള്ളതൊക്കെ മാസാവസാനം സാറ്റിസ്ഫൈയിങ് ആണ് ഭയങ്കര. ഒരുപാടെണ്ണം ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഏതാണ് അത് 700 രൂപ കൊടുക്കുമ്പോൾ ഒരു 699 രൂപ കൊടുക്കുമ്പോൾ അതൊക്കെ ഒരു 5 or 6 എക്സൽ ഷീറ്റിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്ത ഒരു എക്സൽ ഷീറ്റാണ് കിട്ടുക. അതിലിങ്ങനെ നമുക്ക് എക്സ്പെൻസ്, ഡെയിലി ഉള്ള എക്സ്പെൻസ്, ഇപ്പം മിക്കവാറും നമ്മളൊക്കെ പൊതുവിൽ ഇപ്പോൾ എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യുന്നത് ഗൂഗിൾ പേ വഴിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ വഴിയില്ല, അല്ല ബൈ ക്യാഷ് ആണെങ്കിൽ പോലും വൈകുന്നേരങ്ങൾ വന്നിട്ട് ആ എക്സ്പെൻസ് ഒന്ന് ഇതിലോട്ടൊന്ന് ഒരു 5 മിനിറ്റ് നമ്മുടെ അന്നത്തെ എക്സ്പെൻസ് അതിലൊന്ന് എൻട്രി ചെയ്യുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. മാസാവസാനം കാണുമ്പോൾ നമുക്കത് ട്രാക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടും അത് സർക്കുലർ മോഡലും എല്ലാം എഴുതി കാണിക്കും. അതിൽ ടോട്ടൽ എക്സ്പെൻസ് ഇത്ര വന്നു,
അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിപ്പോർട്ട് നമ്മൾ ഇലക്ഷൻ റിസൾട്ടൊക്കെ കാണിക്കുന്നത് പോലെ മുഴുവൻ കോംപ്രഹെൻസീവായിട്ട് ഞാൻ എൻ്റെ സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. അത് കാരണം എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനെടുത്ത് കാണിച്ചു തരാമായിരുന്നു. ഇനിയൊരു അവസരത്തിൽ ഞാൻ സിസ്റ്റം അവൈലബിൾ ആകുമ്പോൾ ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഭയങ്കര അതുപോലെ ഹാബിറ്റ് ട്രാക്കർ, ഇപ്പം എന്തെങ്കിലും പർട്ടിക്കുലർ ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിഞ്ഞ മാസത്തേക്ക് അപേക്ഷിച്ച് ഈ മാസം നമ്മൾ അതിൽ എത്ര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, നമ്മൾ ബുക്സ് വായിച്ച സമയം എത്ര, ഇങ്ങനെ നമ്മളൊരു 5-10 മിനിറ്റ് ഒരു ദിവസം ഇരുന്ന് അതിൽ ഡാറ്റ എൻട്രി ചെയ്യുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് നമ്മൾ കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റീസിൻ്റെ ഒരു കംപ്ലീറ്റ് റിപ്പോർട്ട് കിട്ടുന്നത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ്. ഞാനത് ഉപയോഗിച്ചപ്പോൾ എനിക്കത് നല്ല ഉപയോഗപ്രദമായിട്ട് തോന്നി. എനിക്ക് ഒരു നല്ല പുതിയൊരു മെസ്സേജ് ആണ്. ഞാൻ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇതുവരെ ഞാൻ എൻ്റെ ഒരു 7 വർഷത്തോളം ഞങ്ങൾ ജോയിന്റ് ഫാമിലിയിലായിരുന്നു. അപ്പൊ അവിടുത്തെ ഉപ്പാണ് ഒരുവിധം മെയിൻ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ചെറിയ ചെറിയ എക്സ്പെൻസ് ഞങ്ങൾ നോക്കിയാൽ മതിയാവും. അപ്പൊ പെട്ടെന്ന് വീട്ടിലോട്ട് മാറിയ സമയത്ത് വലിയ ചെലവുകളാ വരുന്നത്. എങ്ങനെ എവിടെ നിന്നാണ് ഈ ചെലവ് വരുന്നത്? ഞാനും ഹസ്ബൻഡിനും വളരെ എന്താ പറയാ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഇത്ര ചെലവുണ്ടാവും ഒരു വീട്ടിൽ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്, ഓക്കെ ഒരു മന്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത് എന്ന് ആദ്യം എഴുതി വെക്കും. ഒരു ബുക്ക് ഞങ്ങൾ അതിനായിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം അതിൽ എന്തൊക്കെയാണ് ചെലവ് വരുന്നത് എന്ന് നോക്കി വെച്ചു. അങ്ങനെ നമ്മൾ ആദ്യം ചെലവ് ആവുന്ന പൈസ എഴുതി വെക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ലാസ്റ്റ് മന്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര പൈസ ചെലവായിട്ടുണ്ട്. അപ്പൊ അതിൽ ചിലതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് അല്ലാത്തത്, പിന്നെ പ്രധാനപ്പെട്ടത്, എന്തായിട്ട് നിർബന്ധമായിട്ട് വേണ്ടത്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്ത് 3 ടീമാക്കി. അതായത് ചില കാര്യം നമുക്ക് പ്രധാനപ്പെട്ടതാണ്, നമ്മളെ ഗ്രോസറീസ് ഒക്കെ വാങ്ങാൻ, ഈ പഴം, പച്ചക്കറി, പാല്, മുട്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലിസ്റ്റ് ചെയ്തു. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിവാക്കാം, ഇത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇത്ര പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റിയേനെ എന്നുള്ളൊരു ഒരു പഠനം വന്നു. പിന്നെ അതിനുശേഷം എങ്ങനെയായാലും ഇത്ര പൈസ നമ്മൾ സേവ് ചെയ്യണം. ഒരു 30 കിട്ടുകയാണെങ്കിൽ 5 നമ്മൾ ആ മാസം ഏറ്റവും കുറഞ്ഞത് നമ്മൾ സേവ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിനുശേഷം നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾക്ക് ആ ഗോള് പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 5 ചിലപ്പോൾ 5 ആയിരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതലും സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾ ഓരോ മാസം അത് 2 പേര് ഇരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അത് ബുക്കിൽ എഴുതിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ കാര്യത്തില് എനിക്ക് ഈ കഴിഞ്ഞ മാസം എനിക്ക് ഒരു പെട്രോളിന്റെ എക്സ്പെൻസ് വന്നപ്പോൾ 2000 രൂപയുടെ കൂടുതൽ വന്നു. 2000 രൂപ പെട്രോൾ അഡീഷണൽ ചെലവായിട്ടുണ്ട്. അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നീട് ഈ ട്രാക്കറിൽ നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ മാസം എനിക്ക് 2000 രൂപ കൂടുതൽ പെട്രോളിന് ചിലവായെന്നും, അത് ചിലവായതിൻ്റെ കാരണം ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന വഴിയിൽ ഒരു റോഡിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് വണ്ടി ഡൈവേർട്ട് ചെയ്താണ് വിടുന്നത്. അപ്പോൾ ആ മാസം അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടപ്പോൾ ഞാൻ വണ്ടി കൂടുതൽ ഓടിയത് കൊണ്ടാണ് എനിക്ക് ആ 2000 രൂപയുടെ പെട്രോൾ കൂടുതലായെന്ന് എനിക്ക് ഈ ഒരു ആപ്പ് ഇങ്ങനെ ചെയ്ത് ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് മനസ്സിലായി. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഇതുപോലെ എല്ലാ ആക്ടിവിറ്റീസിലും നമുക്കൊരു ഡിസിപ്ലിൻ വരാനായിട്ട് ഇമാതിരിയുള്ള സാധനങ്ങൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. നമുക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അതുപോലെ എക്സ്പെൻസ്, ഇപ്പം ഒരു മാസം ഗ്രോസറിക്ക് ഇത്ര, കഴിഞ്ഞ മാസം നമ്മൾ കണക്കില്ലാന്നുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് ഒരു ഐഡിയ ഉണ്ടല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അവസാനം റിപ്പോർട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭയങ്കര തൃപ്തി തരുന്നൊരു സംഗതിയാണ്. ഗ്രോസറിയിൽ ഇത്രയായി, ഇപ്പോൾ പെട്രോളിൻ്റെ അഡീഷണൽ 2000 രൂപ വേണമെങ്കിൽ അടുത്ത മാസം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഡെയിലി എക്സ്പെൻസ് ട്രാക്കർ എന്ന് പറഞ്ഞ ഫ്രീ ഒരു ആപ്പ് ഉണ്ട്. ഡെയിലി എക്സ്പെൻസ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മന്ത്ലി റിപ്പോർട്ട് കിട്ടും, ഇയർലി റിപ്പോർട്ട് കിട്ടും, ഒരുപാടെണ്ണം ഉണ്ട്. ഗ്രാഫ്, ഒരുപാട് മണി ഫ്ലൈ, ഡെയിലി എക്സ്പെൻസ്, കുറെ സംഭവങ്ങളുണ്ട്. നമ്മൾ ചെയ്താൽ നമുക്ക് ബഡ്ജറ്റിംഗ് കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് എവിടെല്ലാം ബാഡ് എക്സ്പെൻസ് ഉണ്ട്, ഏതെല്ലാം ഗുഡ് എക്സ്പെൻസ്, വാണ്ട്സ്, നീഡ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ ടു ഡു ലിസ്റ്റ് അങ്ങനെ. ഇപ്പം ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെക്നോളജി വൈസ് എന്ത് ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ എല്ലാ കാര്യത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പോൾ വെള്ളം കുടിക്കുന്നത് ട്രാക്ക് ചെയ്യുന്ന
മെഷീൻ അല്ല ആപ്പുണ്ട്. ആ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാസം 30 രൂപയും കണ്ടാണ് അതിന് ആ ആപ്പിൻ്റെ പൈസ. അതിൽ ഒരുപാട് ആപ്പുകളുണ്ട്. അത് നമ്മൾ ഓരോ ഇത്ര സമയത്തിനുള്ള ഒരു ദിവസം കഴിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് അതിലാദ്യം ഉണ്ടാവും. അത് ഓരോ 3-4 ഇത്ര പർട്ടിക്കുലർ ഇടവേളയ്ക്കുള്ളിൽ വെള്ളം വീഴുന്ന ശബ്ദം പോലെ മൊബൈലിൽ കേൾക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ വെള്ളം കുടിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മളെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ആപ്പുണ്ട്. പിന്നെ വേറെ ഈ രാവിലെ എണീക്കാൻ തന്നെ വേറെ ആപ്പുണ്ട്. ആ ആപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്തേ സമയത്തിന്റെ ഒരു ഓക്കെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇപ്പോ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്. രഞ്ജിത്ത് സാർ പറഞ്ഞതുപോലെ, ബഷീർ സാർ പറഞ്ഞതുപോലെ ആപ്പുകളുണ്ട്, ഒരുപാട് ആപ്പുകളുണ്ട്. ദെൻ ഈ ഒരു സെയിം നമ്മൾ ആപ്പ് യൂസ് ചെയ്യുന്ന ഫോർമാറ്റിൽ തന്നെ നമ്മളൊരു വർക്ക് ബുക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെൻസ്, ടു ഡു ലിസ്റ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഗോൾ സെറ്റിംഗ്സ്, ഹാബിറ്റ് ട്രാക്കർ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വീൽ ഓഫ് ഹാപ്പിനെസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഒരു വർക്ക് ബുക്ക് ഡിസൈൻ ചെയ്തതുണ്ട്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ടൈം ഒരുപാടായിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഇന്നത്തെ ഒരു ടൈമിനെ കുറിച്ചിട്ടുള്ള സെഷൻ എടുത്ത ഷന്ന മാമിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ഓൾ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. Thank you so much. Ma'am. Thank you all. Thank you. Thank you, ma'am. Thank you.